കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വിമർശനവുമായി രംഗത്ത്. പി ഹണി പ്രസിഡൻറ്റും കെ എൻ അശോക് കുമാർ ജനറൽ സെക്രട്ടറിയുമായ സെക്രട്ടേറിയറ്റിലെ വലിയ സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. അവർ പണിമുടക്കുന്ന സംഘടനകളെ ആക്ഷേപിച്ചത് ആളില്ലാ സംഘടനകൾ എന്നാണ്. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ഉൾപ്പെടുന്ന അധ്യാപക സർവീസ് സംഘടന സമരസമിതി നടത്തുന്ന ജനുവരി 25 സൂചനാ പണിമുടക്കിനെതിരെ സെക്രട്ടേറിയറ്റിലെ ഒരു സംഘടന ഇറക്കിയ നോട്ടീസിനെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ശക്തമായി അപലപിച്ചു. കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഇടതുപക്ഷ നയത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഈ പണിമുടക്കിന് രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കെന്നാണ് നോട്ടീസ് ഇറക്കിയ സംഘടന ആരോപിക്കുന്നത്. എന്നാൽ ഈ പണിമുടക്കം രാഷ്ട്രീയ പ്രേരിതമല്ല, കൃത്യമായ രാഷ്ട്രീയമുള്ളത് തന്നെയാണ്. കേരളത്തിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷനും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. വലതുപക്ഷ നവ ലിബറൽ നയങ്ങളുടെ സന്തതിയായ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നത് ഇടതുകക്ഷികൾ 2002 മുതൽ ഉന്നയിക്കുന്നതാണ്. കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നുവെന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും NPS വിഹിതം ജീവനക്കാരിൽ നിന്ന് ഇപ്പോഴും ഈടാക്കുന്നു. ഇത് അടിയന്തരമായി അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ 2 ലക്ഷത്തോളം വരുന്ന NPSൻ്റെ ഇരകളായ ജീവനക്കാർക്ക് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ പണിമുടക്കിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. 2024 ഡിസംബർ 11 36 മണിക്കൂർ രാപ്പകൽ സമരം അവസാനിപ്പിച്ചപ്പോഴാണ് സമരസമിതി ജനുവരി 22 സൂചനാ പണിമുടക്കം പ്രഖ്യാപിച്ചത്. അതിനുശേഷം ആഴ്ചകൾ കഴിഞ്ഞ് മറ്റേതെങ്കിലും സംഘടനകൾ ആ ദിവസത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്നും ജീവനക്കാർക്ക് വേണ്ടി ആര് പണിമുടക്ക് പ്രഖ്യാപിച്ചാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധികുമാർ വ്യക്തമാക്കി.